വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ വളർത്തണ കുളമാണ്, മീൻ വളർത്തണ കുളമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അസിസ്റ്റൻ്റായ കസിനാണ്. ഇത് കാണിച്ചു ഇവിടെ അവിടെ കസിനാണ്. ഇതോ അവിടെ രണ്ട് പിള്ളേർ നിൽക്കുന്നുണ്ട്. എല്ലാം കസിനാണ്, നമ്മളെ ക്യാമറാമാനും കസിനാണ്. അപ്പോൾ നമുക്ക് നേരെ മീൻ പിടുത്തത്തിലേക്ക് പോകാം. നമ്മൾ മീൻ പിടിക്കേണ്ട സ്ഥലത്തോട്ട് പോവാണ്. വന്നോ ഇത് നമ്മൾ നോക്കാറില്ലായിരുന്നു കുളം. ഇപ്പം കുറച്ചാലും ഡിലേ ആയി മീനിനെ കുറിച്ച്. അപ്പം നമ്മളിപ്പോൾ നെറ്റെല്ലാം താന്നു വെച്ച് മഴയൊക്കെ പെയ്ത് ഓലയൊക്കെ പുറത്ത് വീണ് കാടായി മുഴുവൻ. വരാൻ പറ്റുമല്ലോ? ക്യാമറാമാൻ ഇത്തിരി പാടാണ് വരാൻ, കാടൊക്കെ ഉണ്ട്. എന്നാലും നമ്മളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമ്മളെ കുളം തന്നെയാണ്. അവിടെ കയറി ഇവിടെ കയറി. നമ്മളെ അസിസ്റ്റൻ്റ് ഇവൻ മാത്രമേ വലിഞ്ഞു വന്നോളൂ. വേറെ ഒരാളുണ്ട്, അവളവിടെ ഇരിക്കുകയാണ്. ക്യാമറാമാനെ ഇവിടെ വന്നോ, അവിടെ ഉണ്ട്. കുളം കാണിച്ചു. ഇതാണ് കഴിച്ച് നമ്മൾ രണ്ട് നില കുളം. ഇവിടെ എല്ലാം കീറി കിടക്കുകയാണ്, കണ്ടില്ലേ? ഇത് കാണിച്ചത് കീറി കിടക്കണം. അപ്പോൾ നമുക്ക് ഈ ഓട്ടയിൽ കൂടിയാണ് മീൻ പിടിക്കാൻ. നമുക്കപ്പം മീൻ പിടുത്തത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ഫോട്ടോ ഇതാണ്, ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇവനാണ് നമ്മളെ തീറ്റ പിടിക്കാൻ പറഞ്ഞ ആൾ. കാണിക്കും, ഒരായ കൊടുക്കും. അപ്പോൾ നമ്മൾ വലിയ ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വലിയ മീനുണ്ട്, ചെറുതുമുണ്ട്. വലുതിനെ ടാർഗറ്റ് ചെയ്ത് അല്ലേ കൊളുത്ത് കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, വലിയ കൊളുത്താണ്. അതിൻ്റെ അവിടെ ഒരു ഈയവും കെട്ടിട്ടുണ്ട്, ഈയം അത് കെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ മീനാണ് ആവശ്യം വീട്ടിലത്തേക്ക്. നമുക്ക് നോക്കാം കിട്ടും. ഇത് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് കടലമാവും, പിന്നെ ഇവിടെ തന്നെ തീറ്റ കൊടുക്കണം, കുറച്ച് തീറ്റയായിട്ട് കുഴച്ചെടുക്കണം. വേറെ മൈദയൊന്നും കിട്ടിയില്ല, നമ്മൾ കടയൊന്നും വാങ്ങിക്കാറില്ല, വീട്ടിലുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ചൂണ്ട ഇടാൻ പോവുകയാണ്. ഇതാണ് ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി വെയിറ്റിംഗ് ആണ്. നമ്മളിവിടെ ഒരു കൊത്തുണ്ട് ഗൈസ്, ഇനി ഫുൾ വെയിറ്റിംഗ് ആണ്. പക്ഷെ ഒരു കൊത്തു കൊത്തി ഞാൻ തിരിച്ചു വെച്ചപ്പം മീനില്ല. നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. നല്ലൊരു കൊത്തു കൊത്തുന്നുണ്ട് ഗൈസ്. ഗൈസ് തീറ്റ കൊണ്ടുപോയി. നമുക്ക് നല്ല കൊത്തുണ്ട്, ഇവിടെ മീൻ കുറേ ഉള്ളതുകൊണ്ട് നല്ല കൊത്തുണ്ട്. പക്ഷേ തീറ്റ നേരെ അങ്ങ് വിഴുങ്ങുന്നില്ല ഗൈസ്. കണ്ടില്ല ഗൈസ്, ഇപ്പോൾ ചാടിയത് കാണിച്ചു കൊടുക്കും. അവിടെ ഇപ്പോൾ ഒരു വലിയ മീൻ ചാടി. ഇവിടെ ആസാം വാളയുണ്ട്, സിലോപ്പി ഉണ്ട്, നട്ടറുണ്ട്, അങ്ങനെ പല പല ഐറ്റം മീനുകൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കാർപ്പ് മീനുണ്ട് വളർത്ത്. ഇത് വിൽക്കുന്നുണ്ട്. ഞാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. വേണമെന്നുള്ളവർ കോണ്ടാക്ട് ചെയ്ത്. പുളിയർക്കോണം പേട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പം നമുക്ക് അടുത്ത ഒന്നുകൂടി ഇട്ട് നോക്കാം. ഗൈസ് അപ്പോൾ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. ഗൈസ് നല്ല മീനാണ്. ഇങ്ങോട്ട് എനിക്കോ കാണിച്ചു കൊടുക്കും. ഗൈസ് നല്ലപോലെ പിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഇരിക്കോ പതുക്കോ. ഗൈസ് നട്ടറാണ് അടിച്ചിരിക്കുന്നത്. നൈസ് മീനാണ്. ഗൈസ് നൈസാണ്, ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ വളർത്തുന്നതായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് കയറ്റാം. ഇനി ഒരുപാട് കളിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കും. നമ്മളെ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ്. നമുക്ക് പതുക്കെ ഇതങ്ങോട്ട് മാറ്റി. ഓ ഗൈസ് ഭയങ്കര പിടക്ക. നോക്കാം ഗൈസ്, ഇത് ഊരണം. നീ ബക്കറ്റ് എടുത്തിട്ട് ഓടിപ്പോ. അത് അസിസ്റ്റൻറ്റിന് നമ്മൾ പോടാ നമ്മൾ അസിസ്റ്റൻറ്റിനെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കൊളുത്തൂരണം. കൊളുത്തൂരി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മളെ കയ്യിൽ നിന്ന് താഴെ പോവും. അതുകൊണ്ട് അവിടെ വച്ചിരിക്കട്ടെ. നല്ലൊരു നട്ടറാണ്, പൊരിക്കാൻ പറ്റിയ അളവാണ്. ഇനിയും മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യണം. നമ്പർ നമ്മൾ ഇടുന്നതായിരിക്കും കമൻറ്റ് ബോക്സിൽ. ഓക്കെ ഐസ് പോയി ഇല്ല. പോയി ഐസ് നല്ല മീനാണ്, കണ്ടില്ലേ? അയ്യോ ഭയങ്കര ചാട്ടമാണ്, ഭയങ്കര പവറാണ്. ഹുക്ക് കയ്യിൽ കയറും, അതൊക്കെ സൂക്ഷിച്ചാണ് നമ്മൾ നിൽക്കണത്. കണ്ടില്ല ഗൈസ്, എൻ്റെ കൈയിനെക്കാട്ടും നല്ല വലുതാണ്. കണ്ടില്ല ഗൈസ്. ഇനി നമ്മൾ ഹുക്ക് ഊരിയിട്ട് കാണിക്കാം. നമ്മൾ ചൂണ്ടിട്ടിട്ടുണ്ട്.
അത് കണ്ടോ, അത് നല്ലൊരു മീനായിരുന്നു. നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. സിലോപ്പിയാണ്. കാണിച്ചോ അത് കാണിച്ചു. ഗായ്സ് കണ്ടില്ലേ, നല്ലൊരു മീനാണ്. നമ്മളതിനെ പതുക്കെ ഇങ്ങെടുക്കുകയാണ്. ഗായ്സ് നല്ലൊരു 300 കാണില്ല, 300-ൻ്റെ അകത്ത് തൂക്കം വരുന്ന ഒരു നല്ലൊരു സിലോപ്പിയാണ്. കവറെടുക്കും. ഇതിൻ്റെ മുള്ള് കണ്ടില്ലേ ഗായ്സ്, നല്ല വലിയ മുള്ളാണ്. നല്ല വിരിച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഉക്കൂല ഇനി വലിയ പാടാണ്. ഏകദേശം ഈ മീനുകൾ നമ്മളെല്ലാം ജീവനോടെയും കൊടുക്കും. എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി അരിച്ചു കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നു. ഇഷ്ടമുള്ളത് ചെയ്യാം. സ്ഥലം വന്നെടുക്കണം, ഡെലിവറി ഒന്നുമില്ല. തീരെ അടുത്ത മീനിനെ നമ്മൾ പിടിക്കുകയാണ്. ഒരു 5 എണ്ണമെങ്കിലും വേണം. അടുത്ത മീനിനെ പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വയ്ക്കുന്നുണ്ട്, എന്നാലേ വലിയ മീൻ അടിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ചെറിയ മീനുണ്ട്, വരാലുണ്ട്. അങ്ങനെ വരാലൊന്നും അടിക്കത്തില്ല, മാവാണ്. നമുക്ക് ഒന്നുകൂടി ഇടുകയാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ അത് വക്ക് കാണിച്ചു കൊണ്ട് ഇട്ട് വച്ചിരിക്കുകയാണ് ഗൈസ്. ഇതാണ് ടങ്കീസാണ്. ഓക്കെ ഗൈസ്, നമുക്ക് കൊത്തുണ്ട്. ഓ ഗൈസ്, അടിച്ച മീനായിരുന്നു, ഊരിപ്പോയി. നമ്മളെ മീൻ ഊരിപ്പോയി. അടുത്ത തീറ്റ. ചൂണ്ട ഇടയ്ക്കിടയ്ക്ക് കുരുക്കാവുന്നുണ്ട്, ഇത് കാടായതുകൊണ്ട്. ആ കണ്ടില്ലേ, ഇത് മൊത്തം കാടാണ് അങ്ങോട്ട്. നമ്മൾ പിന്നെ ഒരു സൈഡിൽ നിന്ന് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. അവിടെ കൊച്ചു പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് അടുത്ത തീറ്റ ഇടുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത്, അതൊക്കെ ക്ഷമിച്ചേക്കണം. നമ്മൾ അടുത്തത് ഇടുകയാണ് ഗൈസ്. ഒരു വാള കിട്ടിയാൽ സൂപ്പറായിരിക്കും. വാളയൊന്നും കിട്ടാറില്ല അധികമായിട്ട് ചൂണ്ടാക്കി. നമുക്ക് നോക്കാം. ബാക്കിലോട്ട് ഗൈസ്. ഇപ്പോൾ അവിടെ ഒരു മീൻ ചാടി. അവിടെ മുഴുവൻ മീനുകളാണ് ഗൈസ്. ചൂണ്ട കൊത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. വീണ്ടും സിലോപ്പിയാണ്. കണ്ടില്ലേ ഗൈസ്, ഇതേപോലെ ഈസി ആയിട്ട് മീൻ പിടിച്ച് നിങ്ങൾക്കും തരുന്നതായിരിക്കും. കാണാനുള്ളവർ കോണ്ടാക്ട് ചെയ്യണം, മറക്കരുത്. നൈസ് മീനാണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ആ സഞ്ചി വെച്ചോ. ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് എന്നും മീൻ പിടിക്കാൻ പറ്റും. ഇത് പക്ഷേ നമ്മളെ വീട് ഇങ്ങനെ ഏറ്റിങ്കരയാണ്. ഇത് എൻ്റെ മമ്മിയുടെ വീടാണ്, അമ്മാമ്മേരെ വീട്. അങ്ങനെ ഇവിടെ ഒന്ന് വന്നതാണ് അവധിയായതുകൊണ്ട്. അങ്ങനെ കുക്കൂരം വലിയ പാളാണ് ഗൈസ്. ഓക്കെ, നമ്മൾ അടുത്ത മീനിനെ പിടിക്കാം. കട്ടി. നമ്മളിവിടെ നിന്ന് പുല്ലൊക്കെ പറിച്ച് മാറ്റി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇടുകയാണ്. ഇപ്പോൾ എത്ര മീനായി? 3. അപ്പോൾ ഗൈസ് 3 മീനായിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം കൂടി വേണം. അത് പിടിച്ച് കഴിയുന്നവരെ നമ്മളിവിടെ തന്നെ കാണും. അല്പം കൂടി മാവുണ്ട്, മാവ് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഇനിയും മാവുണ്ട്. ഇതാണ് കടലയും ഇത് തീറ്റയും, മീനിൻ്റെ തീറ്റയും. അപ്പോൾ ഒന്നും കൂടി ഇടുകയാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല കൊത്തുണ്ട് ഗൈസ്. അവിടെ ഒരു പോയിന്റ് എടുക്കാണ്, അത് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്. ഗൈസ് അവിടെ മീനുകൾ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് എടുക്കണില്ല, എന്താണ് അറിയത്തില്ല. ഗൈസ് സൈലൻ്റായിട്ട് തീറ്റ കൊണ്ടുപോയി, അത്ര വലിച്ചു പോലും ഇല്ല, എന്നാലും തീറ്റ കൊണ്ടുപോയി. നമ്മൾ പരിശ്രമം വിടുന്നില്ല. ഒന്നും കൂടി ട്രൈ ചെയ്യണം. ഭയങ്കര വെയിലാണ് ഗൈസ്, ആണ് വേർക്കണേ. ഒന്നും കൂടി നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളെ വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നോക്കാം ഗൈസ്. നമ്മളിപ്പോൾ അടുത്ത ചൂണ്ടയ്ക്ക് അടുത്ത മെയിനായിട്ട് നമ്മൾ ചൂണ്ടയിടുകയാണ്.
നമ്മളപ്പോൾ ഇട്ടിട്ടുണ്ട്. ഗൈസ് നല്ലൊരു മീൻ അവിടെ അടിച്ചു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ഒരു നൈസ് മീനാണ് ഗൈസ്. നല്ല വലിയ സിലോപ്പിയാണ് അടിച്ചിരിക്കുന്നത്. ഗൈസ് നമ്മൾ നല്ലൊരു മീൻ അടിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഗൈസ് നല്ലൊരു ഗൈസ് സിലോപ്പിയാണ് ഗൈസ്. നൈസാണ്, കണ്ടില്ലേ വാലൊക്കെ സൂപ്പറായിട്ട് നല്ല വിരിച്ചിരിക്കുന്ന നല്ല സൂപ്പർ മീനാണ് ഗൈസ്. നമുക്ക് നോക്കാം. ഇത് ഹുക്ക് കയറി കഴിഞ്ഞാൽ കണ്ടില്ലേ ഗൈസ്, ഹുക്ക് കണ്ടില്ലേ ഗൈസ്, നല്ല ടൈറ്റിൽ ഹുക്ക് കയറും, അതാണ് മീൻ പോകാത്തത്. ഇത് ഊരാനാണ് നല്ല പാട്. കയ്യിൽ കയറി കഴിഞ്ഞാൽ വലിയ പണി കിട്ടും, എന്നാലും കുഴപ്പമില്ല. ഇത് ഊരാൻ പറ്റുന്നില്ല. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരെണ്ണം പിടിക്കും. കുളത്ത് നമ്മൾ ഊരി കൈയെല്ലാം അതിൻ്റെ പാട പോലെയായിട്ടുള്ള എന്തോ ഒരു ജെല്ല് പോലെ സാധനം ആയിട്ടുണ്ട്. അടുത്ത മീനിനെ പിടിക്കാം. ഒന്നുകൂടി മതി ഗൈസ്. നമ്മളപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം. നല്ല മഴക്കാലം കയറുന്നുണ്ട്, അത് ശരിയാണ്. നമ്മൾ അടുത്ത ചൂണ്ടൊക്കെ അടുത്ത മീനെ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു 6ാമത്തെ 7ാമത്തെ പ്രാവശ്യമായിരിക്കും ഗൈസ്. 6-7 പ്രാവശ്യം ഇട്ടപ്പോൾ നമുക്ക് 4 മീനായി ഗൈസ്. ഇപ്പോൾ അയ്യോ ഗൈസ്, നല്ലൊരു മീൻ അടിച്ചതാണ്, ഊരിപ്പോയി. നമ്മൾ വാളെ ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. വാളെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അങ്ങ് പോകണം ഗൈസ്. ആ ഷീറ്റിൻ്റെ അടിയിലാണ് വാള ഏറ്റവും കൂടുതലുള്ളത്. പക്ഷെ അത് കിട്ടാൻ വലിയ പാടാണ്. അങ്ങോട്ട് പാമ്പും നീർക്കോലിയും ചാരയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണില്ല കൂടുതൽ. ഭയങ്കര ചൂടാണ് ഗൈസ്. നോക്കാം. അടുത്ത മീനിന് വേണ്ടിയുള്ള ചൂണ്ട നമ്മൾ വീണ്ടും ഇടുകയാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. ഓഫ്, വീണ്ടും ഗൈസ് നല്ലൊരു വലിയ ഈ സ്ട്രൈക്ക് അത് കിട്ടിയോ? ആ സ്ട്രൈക്ക് നല്ലൊരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. വീണ്ടും ഇടുകയാണ്. ഏതോ ഒരു മീൻ നമ്മളെ കുറേ നേരം കൊണ്ടിട്ട് കളിപ്പിക്കുകയാണ് ഗൈസ്. അതിനെ നമ്മളിന്ന് പിടിച്ചേ പറ്റൂ. നിങ്ങളെല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, അതാണ് നമ്മളെ സപ്പോർട്ട്. ഓരോ ലൈക്കിന് വലിയ വിലയാണ് ഗൈസ്. നമ്മൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത്. ഗൈസ് കുളത്തിൻ്റെ ഓണർ വന്നിരിക്കുകയാണ്. നമുക്ക് കലിപ്പാവും. ഇപ്പോൾ നമുക്ക് നോക്കാം എന്തിനാ പറയണേന്ന് ഗൈസ്. നമുക്ക് നോക്കാം. ഗൈസ് കുളത്തിലെ ഓണർ ഇങ്ങോട്ടാണ് ഇരുന്നത്. കുളത്തിലെ ഓണർ വന്നിരിക്കുകയാണ് ഗൈസ്. അത് മാറ്റി വരണം ഗൈസ്. നോക്കാം. സാറേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അത് പിടിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കാണിച്ചു കൊടുക്കും, ക്യാമറ കാണിച്ചു കൊടുക്കും ഗൈസ്. അതാണ് ഓണർ, വലിയ പ്രൊഫസർ എന്നൊക്കെയാണ് വിചാരം, ഒന്നുമല്ല. നമുക്ക് നോക്കാം ഗൈസ്. കാണിക്കും ഗൈസ്. ഓണറെ കലിപ്പായി, എന്നാലും കുഴപ്പമില്ല, അങ്കിളാണ് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും, അത്രേ ഉള്ളൂ ഗൈസ്. ആ സമയത്ത് മീൻ തീറ്റയും കൊണ്ടുപോയി, ഒക്കെയാണ് ഇവിടുത്തെ കുഴപ്പം ഗൈസ്. ഞങ്ങൾ കലിപ്പായി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. മീൻ ഇത്രയും പിടിച്ചോണ്ട് മീൻ വിൽക്കായിട്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും അതും ഇതൊക്കെ നൈസാണ് ഗൈസ്, വൈബ്, വേറെ ഒന്നുമില്ല. നമ്മൾ വീണ്ടും ഇവിടെയാണ്. ആ സമയത്ത് ഒരു മീൻ കൊത്തി, അത് അങ്കിള് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. നമുക്ക് നോക്കാം വീണ്ടും. ഗൈസ് മീൻ കൊത്തുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമുക്ക് ഒരു മീൻ അടിച്ചിട്ടുണ്ട്, നോക്കാം. ഗൈസ് ചെറുതാണ്, ചെറിയൊരു നൈസ് സിലോപ്പിയാണ്. നമുക്ക് നോക്കാം. അല്ലേ ഗൈസ്, നെറ്റ് കീറിയ ഓട്ടയിൽ കൂടി നമ്മൾ 5 മീനിനെ അങ്ങനെ നമ്മൾ ടാർഗറ്റ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നൈസ് മീനുകളാണ്. ഇത് വിടണം, വേണ്ട, നമുക്ക് പിടിക്കാം ഗൈസ്. ഇനി വേണ്ട, ഇനി കലിപ്പാവും. ഓണറൊക്കെ വന്നിരിക്കുകയാണ് അങ്കിള്. ഓ ഗൈസ് പോയില്ല ഗൈസ്. എന്തൊരു പമ്പരം കറങ്ങ പോലെ നിന്ന് കറങ്ങുകയാണ് ഗൈസ്, കണ്ടില്ലേ? ഇതാണ് ഫ്രഷ് സിലോപ്പി. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പറുണ്ട്, അതിൽ വിളിക്കണം. വിളിച്ച് സംസാരിച്ചിട്ട് കറക്റ്റ് സ്ഥലം നോക്കി വരണം. അങ്കിളിൻ്റെ നമ്പർ നമ്മൾ കൊടുത്തിരിക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ 5 മീൻ നമ്മളെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയുള്ള ടാർഗറ്റ് ഇനിയുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചൂണ്ട നൂല് ചുറ്റുക എന്നതാണ്. അത് ഇത്രയും വലിയ ടാസ്ക്കുള്ള പരിപാടിയാണ്. അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും കുരുക്കുണ്ടെങ്കിൽ അത് ടൈറ്റ് ആവും. കണ്ടില്ലേ, ട്രിക്കാണ് ഇതൊക്കെ. നോക്കാം.
അപ്പോൾ കുളം കാണിച്ചു കൊടുക്കും. അവിടെയൊക്കെ റെഡ് സിലോപ്പി പൊങ്ങി നിൽക്കുന്നുണ്ട്. റെഡ് സിലോപ്പി ഉണ്ട്, ആസാം വാളയുണ്ട്, ഞട്ടറുണ്ട്, സാധാ സിലോപ്പി ഉണ്ട്, കോയിക്കാർപ്പളുണ്ട്, അലങ്കാര മത്സ്യമുണ്ട്, എല്ലാ മത്സ്യമുണ്ട് ഗൈസ്. നിങ്ങൾ ഏത് മീൻ വേണമെന്ന് പറഞ്ഞാൽ അങ്ങ് ആലപ്പുഴയിൽ നിന്ന് ഇറക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളതാണെങ്കിൽ ഇവിടെ നിന്ന് പിടിച്ച് തരണമായിരിക്കും. നല്ലപോലെ വേർക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ മരക്കാറാണ് കേട്ടോ. അപ്പോൾ മരക്കാർ കയറി വരുന്നുണ്ട്. നല്ല ഒരു ഇതാണ്. നമുക്കപ്പം താഴോട്ട് പോവാം. താഴെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ മീൻ പിടുത്ത യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിഞ്ഞിടാ. ഇതൊക്കെ ഞാൻ നട്ടതാണ് ഗൈസ്. ഇവിടെ കണ്ടില്ലേ ടാങ്കുകളുണ്ട്, ഇതൊന്നും നോക്കാറില്ല. അപ്പോൾ ഇനി മീൻ തട്ടിട്ട് കാണിക്കാം. മീൻ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ്ടില്ലേ ഗൈസ്. ഇവിടെയൊക്കെ ടാങ്കുകളുണ്ട്. ഇതെല്ലാം നമ്മൾ ആ വലിയ കുളത്തിൽ നിന്ന് പിടിച്ച റെഡ് സിലോപ്പിയിലെ കുഞ്ഞുങ്ങളാണ്. കിടന്ന് ഓടിക്കളിക്കുന്നത്. നമ്മൾ കൈ വെച്ച് പിടിക്കാൻ പറ്റുമോ നോക്കാം. ഇല്ല ഗൈസ്, കിട്ടില്ല. അവിടെ നല്ല മീനുകളുണ്ട്. ഇനി അങ്ങോട്ട് നോക്കിയാൽ ഇവിടെ തത്തയുണ്ട്. ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മീനുള്ള ടാങ്കുണ്ട്. കാണിച്ചു തരാം. ഇത് ഇവിടെ ഒരു 1 2 3 4 5 6 7 8 9 ടാങ്കുണ്ട്. ഇതിലെല്ലാത്തിലും മീനൊന്നുമില്ല. പിന്നെ ഇവിടെ ടാങ്കുകളുണ്ട്. ഒരു ഫാം ചെറുതായിട്ട് സെറ്റ് ചെയ്തതാണ് ഗൈസ്. അതിൽ ഒരു സിലോപ്പി എന്തോ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മീൻ നമുക്ക് തട്ടാം. ഇതിലൊരു വലിയ ചേറ് കിടക്കുന്നുണ്ട്. ചേറെന്ന് പറയുമ്പോൾ ബ്രേലിൻ്റെ ഒക്കെ ഒരു ഐറ്റം, വാലിൽ കളറുള്ള. നമുക്ക് മീനിനെ തട്ടാണ്. അവിടെ അടുത്ത് തട്ടാം ഗൈസ്. മീനെ നമ്മൾ തട്ടാൻ പോവാണ് ഗൈസ്. അപ്പം ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീനുകൾ. ഒരു ഞട്ടറുണ്ട്, പിന്നെ അതിനനുസരിച്ച് സൈസുള്ള ഒരു സിലോപ്പി ഉണ്ട്. ഇതെല്ലാം ഞാൻ കൊണ്ടുപോകും ഗൈസ് പോകുമ്പോൾ. മറിയിക്കും. പിന്നെ ഇവിടെ ഒരു ചെറിയ വട്ടയുണ്ട്. എന്താ ഇവിടോട്ടുണ്ട് ഗൈസ് ടാങ്കുകൾ. ഇതൊക്കെ പൊയ്ക്കോ. അവിടെ കാണിക്കും. അവിടെ ആയിട്ട് കുറേ ടാങ്കുകൾ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ. അതെല്ലാം അതിലൊന്നും മീനില്ല. അങ്കിളിന് വേറെ പണിയില്ല. ചുമ്മാ ഇതൊക്കെ ഉണ്ടാക്കിയാണ് അത്ര തന്നെ. പിന്നെ ഇത്രയും മീനാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അല്ല ജീവനുള്ള മീൻ. നിങ്ങൾക്ക് ഇതേപോലത്തെ മീനുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിരിക്കാം. അതിലോട്ട് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്ര വീഡിയോ ഉള്ളൂ. ഈ മീനിനൊക്കെ ഒന്ന് കൊണ്ടുപോയി പൊരിച്ച് തിന്നണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ പറഞ്ഞവരെ ബൈ.